എയ്ഡഡ് ഭിന്നശേഷി നിയമനത്തിൽ ക്രിസ്ത്യൻ സ്കൂൾ മാനേജ്മെന്റുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമാധാനപരമായി മുന്നോട്ടു പോകുന്ന വിദ്യാഭ്യാസ മേഖലയെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രിയുടെ മുന്നറിയിപ്പ്. ക്രൈസ്തവർ ഭിന്നശേഷിക്കാരുടെ അവകാശത്തിനെതിരാണെന്ന് പ്രചരിപ്പിക്കുന്നത് ദുഃഖകരമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. വളരെ സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രംഗത്തെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. കോടതി വിധിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും സമയത്തിന് കോടതിയിൽ പോകാതെ അവസാനം കുറ്റം കൊണ്ട് ഗവൺമെൻറ്റിലെ ചാരി ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുക എന്ന് വെച്ചാൽ ആ വെല്ലുവിളിയൊന്നും ഗവൺമെൻറ് അംഗീകരിക്കുന്ന കാര്യമില്ല. അതൊക്കെല്ലാം ഞങ്ങൾ തള്ളിക്കളയുക. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത്രയും പോസ്റ്റുകൾ ഒഴിച്ചിട്ടിട്ടുണ്ട് എന്ന സത്യവാങ്മൂലം ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് നൽകിയിട്ടുള്ളതാണ്, സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഇന്നലെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം വിളിച്ച് പ്രതികരിക്കുകയുണ്ടായി. അത് സങ്കടകരമാണ്. കാരണം വസ്തുതാ വിരുദ്ധമാണത്. കാരണം ഞങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് പല പ്രാവശ്യം പല സമിതികളിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, വിദ്യാഭ്യാസ മേഖലയെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സഭ എങ്ങനെയാണ് മന്ത്രിയുടെ ഈ ഒരു പ്രതികരണത്തെ കാണുന്നത്? അമൃത, കഴിഞ്ഞ ദിവസം ബിഷപ്പിന്റെ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തത്. ഇന്ന് മറ്റൊരു പ്രതികരണം ബിഷപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ന് ചങ്ങനാശ്ശേരിയിലെ ഒരു പൊതുപരിപാടിയിലെ പ്രതികരണം നമ്മൾ ഡെസ്കിൽ നൽകിയിട്ടുണ്ട്. അതാണ് ഇന്ന് പുതിയ പ്രതികരണമായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സർക്കാരിനെതിരെ വിമർശനം നടത്തിയ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ ആ വിമർശനങ്ങൾ ആവർത്തിക്കുകയായിരുന്നു ഇന്ന് ചെയ്തത്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട മന്ത്രി വി ശിവൻകുട്ടി സഭാ നേതൃത്വത്തെയും ക്രൈസ്തവ മാനേജ്മെന്റുകളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രതികരണമാണ് നടത്തിയത്. പ്രത്യേകിച്ച് കൃത്യസമയത്ത് ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിലടക്കം വീഴ്ച സംഭവിച്ചിട്ട് സർക്കാരിന്റെ മേൽ പഴിചായിരുന്നു. അതോടൊപ്പം തന്നെ സമാധാനപരമായി പോകുന്ന ഒരു സംവിധാനത്തെ അതിന് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള വിമർശനമാണ് മന്ത്രി നടത്തിയത്. അതിന് പിന്നാലെയായിരുന്നു ചങ്ങനാശ്ശേരിയിലെ ഒരു പൊതുപരിപാടിയിൽ ഈ മന്ത്രിയുടെ വിമർശനത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ബിഷപ്പ് തോമസ് തറയിൽ രംഗത്ത് വന്നത്. ക്രൈസ്തവ സഭാവിഭാഗം മുഴുവൻ സംവരണത്തിനും ഭിന്നശേഷിക്കാർക്കും എതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അംഗീകരിക്കാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം NSS മാനേജ്മെന്റിന് അനുകൂലമായ വിധി പ്രകാരം മറ്റ് മാനേജ്മെന്റുകൾക്കും അത് സ്വാഭാവികമായി ബാധകമാണ്. രാജ്യത്തെ ഒരു നിയമമായി എന്ന നിലയ്ക്ക് സുപ്രീം കോടതിയുടെ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാകുന്ന നിലയിൽ ഉള്ള സാഹചര്യത്തിൽ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ എന്തുകൊണ്ടാണ് നിങ്ങൾ കോടതിയിൽ പോയി അവകാശങ്ങൾ നേടുമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം വേദനാജനകമാണ് എന്നാണ് ബിഷപ്പ് പറഞ്ഞത്. ബിഷപ്പിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം കൂടുതൽ അടിവരയിട്ട് ബിഷപ്പ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷന്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം ആ നിലയ്ക്ക് കൂടിയാണ് ഈ സഭാവിഭാഗത്തെ മുഴുവനായി പ്രതികരിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. എന്തായാലും CSI സഭയും സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ നടത്തുന്നതാണ് മന്ത്രിയുടെ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് CSI സഭാ നേതൃത്വവും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭയുടെ മീഡിയ വിഭാഗം തലവൻ ദിയോസ്കോറസ് ബിഷപ്പും സമാനമായ രീതിയിൽ ഇപ്പോൾ സർക്കാർ നടത്തുന്നത് പുകമറ സൃഷ്ടിക്കുന്ന സമീപനമാണ്. ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെ സംവരണ വിഷയത്തിന്റെ നിയമന വിഷയം ഉയർത്തിക്കൊണ്ട് മറ്റ് ആയിരക്കണക്കിന് നിയമനങ്ങൾ അംഗീകരിക്കാത്ത ഇപ്പോഴുള്ള ഈ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഓർത്തഡോക്സ് സഭാ വിഭാഗവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം ഇനി ഉയർത്തിക്കൊണ്ടുവരിക സ്വാഭാവികമായും UDFും കേരള കോൺഗ്രസ് അടക്കമുള്ള സംവിധാനങ്ങളായിരിക്കും. UDF 7-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ്. അതിന്റെ പ്രതിഷേധ സമരത്തിലേക്ക് പോവുകയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ക്രൈസ്തവ സഭാ വിഭാഗം സർക്കാരിനോട് എയ്ഡഡ് മേഖലയിലെ അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അകലുന്നത്. അമൃത.